മാരിയോ ജോസഫ് എന്ന വചനപ്രഘോഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ, മോട്ടിവേഷൻ ടോക്കർ, മറ്റെന്തെല്ലാം ആയിരിക്കുന്നതോ അദ്ദേഹം തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടും കുടുംബതലത്തിലും വിലോകാലിയ പ്രസ്ഥാനത്തിന്റെ ലെവലിലും വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിസന്ധികളും പ്രതിരോധങ്ങളും ശത്രുതയും ഉണ്ടാകുന്നു? തന്നെ അപാര സിദ്ധികളുള്ള കഴിവുകളുള്ള നന്മയുടെ വനവൃക്ഷമായി ചിത്രീകരിച്ചുകൊണ്ട് തന്റെ ചുറ്റും വളരുന്ന ഇളമരങ്ങളെ ഇത്തിൽ കണികളെ പോലെ തികഞ്ഞ പുച്ഛത്തോടെ വീക്ഷിക്കുകയും താൻ ചെയ്യുന്നത് മാത്രം ശരിയും നീതിയും സത്യവും എന്ന ഗീർവാണ പ്രഘോഷമാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ മുഴങ്ങി കേൾക്കുന്നത്. ഇന്ന് സഭയെയും സഭാപ്രവർത്തനങ്ങളെയും സഭയുടെയും ഇതര പ്രസ്ഥാനങ്ങളെയും തന്റെ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും മുമ്പിൽ ഇടിച്ചു താഴ്ത്തി പുച്ഛിച്ച് സംസാരിക്കുകയും അനാവശ്യമെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുമ്പോൾ അത് കുപ്പക്കുഴിയിൽ കിടന്നവനെ മരതകത്തോട് ചേർത്ത് വെച്ചപ്പോൾ മരതകത്തെ കുപ്പയായി കരുതുന്നവന്റെ ഓർക്കത്തരം എന്നല്ലാതെ എന്തു പറയാൻ? കേരളത്തിലെ ബഹുമാനരായ വൈദികരടക്കം വചനപ്രഘോഷകരെയും ശുശ്രൂഷകരെയും അവരിൽ എന്തുമാത്രം കുറവുകളും പിഴകളും ഉണ്ടായിരുന്നാൽ തന്നെയും ഇത്ര മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുവാനും താറടിക്കുവാനും തരം താഴ്ത്തി സംസാരിക്കുവാനും കുറ്റപ്പെടുത്തുവാനും നാവുപന്തിയ മാരിയോ ജോസഫ് തന്നെ സ്വയം നീതിമാനാക്കി പോഴ്ത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാരിയോ ജോസഫ് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ലേബലിൽ വീട് വെച്ച് കൊടുക്കുമ്പോൾ, മരുന്ന് വാങ്ങി കൊടുക്കുമ്പോൾ, നേഴ്സുമാരെ പഠിപ്പിക്കുമ്പോൾ, പെൺകുട്ടികളെ കെട്ടിച്ചുവിടാൻ സീതനം നൽകുമ്പോൾ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുമ്പോൾ അതുകൊണ്ട് മാത്രം ദൈവരാജ്യം ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കാമെന്നും കേരളം മുഴുവൻ സ്വർഗമാക്കാമെന്നും കരുതുന്നുവെങ്കിൽ അത് ശുദ്ധ മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്, ഭോഷ്കാണ്. മുസ്ലിം മതം വിട്ടു പോന്നവൻ പിന്നെ എന്തിന് അതിന്റെ അറ്റവും വാലും പൊക്കിപ്പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് പ്രവഹിക്കുന്ന ദുർഗന്ധത്തെ സമൂഹമധ്യ പ്രഘോഷിക്കണം? പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് അരോചകവും ഉദപ്രകാരവുമാകുന്നുവെങ്കിൽ വലിയ തത്വചിന്തയും ആത്മീയതയും സാരോപദേശവും കടിച്ചാൽപ്പെട്ടാത്ത വചനപ്രഘോഷവും ഒക്കെ നിർലോഭം അരങ്ങേറുമ്പോഴും കത്തോലിക്ക സഭയെ പുലർന്ന നിമിഷം മുതൽ നിങ്ങളെ വേട്ടയാടുന്ന ഏക പൈശാചികത, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഏക ശത്രു, നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത നിങ്ങളുടെ മുസ്ലിം അനുഭാവവുമാണെന്ന് എന്തേ നിങ്ങൾ തിരിച്ചറിയാത്തത്? സ്നേഹമുള്ളവരെ, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്നൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട്. അതുപോലെ മാരിയോ ജോസഫിന്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പ്രസംഗ പരമ്പരയുടെ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാകുന്ന ചില സത്യങ്ങളുണ്ട്. ആരോടൊക്കെയോ എന്തിനോടൊക്കെയോ ഒടുങ്ങാത്ത പകയും വിദ്വേഷവും നിറഞ്ഞ വെറുപ്പും കൊണ്ട് പൊട്ടാൻ വിതുമ്പുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ് അദ്ദേഹത്തിന്റെ മനസ്സും മാനസികാവസ്ഥയും മനോഭാവവും. കലി പൂണ്ട് കയർ പൊട്ടിച്ച് വെട്ടാൻ വരുന്ന ഒരു വെട്ടുപോത്തിനെ പോലെ ആരോടൊക്കെയോ ഉള്ള വെറുപ്പിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും നിറവിൽ ഉള്ളും മനസ്സും ഇളകി മറിയുമ്പോഴും മുഖത്തെ രൗദ്രഭാവത്തെ പുഞ്ചിരി കൊണ്ട് പൊതിയാൻ വല്ലാതെ ബന്ധപ്പെടുന്നുണ്ട് മാരിയോ ജോസഫ്. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സവിശേഷത, ഉള്ളിൽ എരിഞ്ഞു വരുന്ന പകയും വിദ്വേഷവും മനസ്സിലേറ്റ മുറിവുകളും മറയ്ക്കാൻ വളരെ തന്ത്രപൂർവ്വം തന്മയത്വത്തോടെ ദൈവവചനത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നു, മറയാക്കിയിരിക്കുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനെന്നും പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത് എന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ ഒരു വ്യക്തിയിൽ ആത്മാവിന്റെ പ്രവർത്തനം ഇതുപോലെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ സന്തോഷവും സമാധാനവും ആനന്ദവും ഉണ്ടാകും. പകരം അസ്വസ്ഥതയും ആലസ്യവും അരോചകത്വവും ആണെങ്കിൽ അത് ആത്മാവിന്റെ പ്രവർത്തനമാണെന്ന് കരുതാനാവില്ല. കേൾക്കുമ്പോൾ ആത്മീയവും ദൈവികവുമായ ഒരു അനുഭവം ബാഹ്യമായി തോന്നുമ്പോഴും അതിനെ നിഷ്പ്രഭമാക്കുന്ന, നിർജീവമാക്കുന്ന അസ്വസ്ഥതയും അരോചകത്വവുമാണ് മാരിയോ ജോസഫിന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോകൾ കാണുമ്പോൾ പ്രേക്ഷകരിൽ ഉളവാകുന്നത് എന്നത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. ഞാൻ ആരെയും വിധിക്കുകയല്ല കേട്ടോ, എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പലവരും മുൻകൂർ ജാമ്യത്തോടെ അദ്ദേഹം പറയുന്നത് എല്ലാം അതിന് ഘടകവിരുദ്ധമാണെന്നതാണ് സത്യം. കുറ്റപ്പെടുത്തലും കുറ്റം പറച്ചിലും വിധിക്കലും വിധി പ്രസ്താവവും എല്ലാം തന്റെ പ്രസംഗ ചാതുരിയുടെയും വാചക കസർത്തുകളുടെയും ദൈവവചനത്തിന്റെയും നിഴലിൽ മറവിൽ താൻ നീതിമാനെന്നും കുറ്റമറ്റവനെന്നും വരുത്തി തീർക്കാൻ പാടെ ബന്ധപ്പെടുകയാണ് മാരിയോ ജോസഫ്. ഒരിക്കൽ പൂർണ്ണ രൂപത്തിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് വീണ്ടും പ്രസിദ്ധീകരിക്കുമ്പോൾ അവിടെ വ്യക്തമാകുന്നത് എന്താണ്? നിലയ്ക്കാത്ത വേലിയേറ്റ തള്ളലിൽ വീണ്ടും വീണ്ടും മാഞ്ഞിരിക്കുന്ന തിരമാലകൾക്ക് തുല്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു പകയുന്ന പകയുടെയും രോഷത്തിന്റെയും കെരിപ്പല്ലേ അത്? തന്നെ അപാര സിദ്ധികളുള്ള കഴിവുകളുള്ള നന്മയുടെ വനവൃക്ഷമായി ചിത്രീകരിച്ചുകൊണ്ട് തന്റെ ചുറ്റും വളരുന്ന ഇളമരങ്ങളെ ഇത്തിൽ കണികളെ പോലെ തികഞ്ഞ പുച്ഛത്തോടെ വീക്ഷിക്കുകയും താൻ ചെയ്യുന്നത് മാത്രം ശരിയും നീതിയും സത്യവും എന്ന ഗീർവാണ പ്രഘോഷമാണ്
അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ മുഴങ്ങി കേൾക്കുന്നത്. ആര്യോ തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം എല്ലാ കത്തോലിക്ക സഭയിൽ നിന്നാണ് പഠിച്ചത്, സഭയിൽ നിന്നാണ് ലഭിച്ചത്, ഹെരിറ്റ് ചെയ്തത് എന്ന്. എന്നിട്ട് ഇപ്പോൾ സഭയെ മുഖമടച്ച് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുവോ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ? ഇന്ന് സഭയെയും സഭാപ്രവർത്തനങ്ങളെയും സഭയുടെയും ഇതര പ്രസ്ഥാനങ്ങളെയും തൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും മുമ്പിൽ ഇടിച്ചു താഴ്ത്തി പുച്ഛിച്ച് സംസാരിക്കുകയും അനാവശ്യമെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുമ്പോൾ അത് കുപ്പക്കുഴിയിൽ കിടന്നവനെ മരതകത്തോട് ചേർത്ത് വെച്ചപ്പോൾ മരതകത്തെ കുപ്പയായി കരുതുന്നവന്റെ പോഷകത്തരം എന്നല്ലാതെ എന്തു പറയാൻ? തൻ്റെ ഒഴിച്ച് മറ്റെല്ലാം മോശമാണെന്നും മറ്റുള്ളവർ ചെയ്യുന്നത് ശരിയല്ലെന്നുള്ള ഗർവ്, ഹുങ്ക് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് വളരെ വ്യക്തമാണ്. ഇന്ന് സമൂഹത്തിൽ നിലയും വിലയും സ്ഥാനവും ഉണ്ടായപ്പോൾ വന്ന വഴിയിലും ആയിരുന്ന അവസ്ഥയും മറന്ന് മറ്റുള്ളവരെ പുച്ഛഭാവം ദർശിക്കുന്ന മനോഭാവം പരിശുദ്ധാത്മാവിന്റെ എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. സഭയിൽ അനേകം പുരോഹിതരും ആത്മാരും മറ്റിതര സ്ഥാപനങ്ങളും ഒക്കെ ധാരാളം സാമൂഹിക സേവനവും കാലപ്രവർത്തനവും ചെയ്യുന്നുണ്ട്. 10,000-കണക്കിന് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്, മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ചികിത്സ സഹായം നൽകുന്നുണ്ട്, വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നുണ്ട്, പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവയൊക്കെ മാരിയോയുടെ കണ്ണിൽ പെടാതെ പോയെങ്കിൽ മാരിയോയുടെ കണ്ണിലെ അന്ധത എത്ര ആഴമുള്ളതാണെന്നും അവർ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളും ജീവികാരുടെ പ്രവർത്തനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ യാതൊരു മൂല്യങ്ങളുമില്ലാത്തതെന്ന് അദ്ദേഹം കരുതുന്നുവെങ്കിൽ അദ്ദേഹത്തെ പ്രവർത്തിക്കുന്ന അഹന്ത എത്ര വലുതാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സഭയുടെയും സഭാപ്രസ്ഥാനങ്ങളുടെയും മറ്റനവധി ആത്മായ സഹോദരങ്ങളുടെയും പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും അറിയപ്പെടാതെ പോകുന്നത്, അവരുടെ പ്രവർത്തികൾ അംഗീകരിക്കപ്പെടാതെയും സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാതെയും പോകുന്നത് മാരിയോ ജോസഫിനെ പോലെ അവർ ചെയ്ത പ്രവർത്തികൾ ദൈനംദിനം വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടും ചെണ്ട കൊട്ടി പരസ്യം ചെയ്യാത്തത് കൊണ്ടുമാണ് എന്ന് കരുതി അദ്ദേഹം വീമ്പിളക്കി ജനപ്രം ചെയ്യുന്നത് പോലെ താനൊഴികെ മറ്റാരും ജീവികാല പ്രവർത്തികളും സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ലെന്ന് കരുതുന്നത് ശുദ്ധ വിഡ്ഢിത്തവും പോഷകത്വവും അഹങ്കാരവുമാണ്. ചില പ്രസ്ഥാനങ്ങളോട് ചില വ്യക്തികളോട് അദ്ദേഹത്തിലുള്ള പകയും വെറുപ്പും വിദേശവും അദ്ദേഹത്തെ പ്രശ്നങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അവിടെ വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പേരുകൾ എടുത്തു പറയുന്നില്ലെങ്കിലും അദ്ദേഹം വിവരിക്കുന്ന സന്ദർഭവും സാഹചര്യവും കേൾക്കുമ്പോൾ തന്നെ സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും അവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്, ഏത് പ്രസ്ഥാനത്തെയാണ് എന്ന്. ആ കാലയളവിൽ ഒരു വിദേശത്ത് തുടങ്ങിയ ഒരു മലയാള രൂപതയിൽ രൂപത അധ്യക്ഷനുമായി ഞാൻ ഇരിക്കുകയാണ്. സ്ഥലവും പേരും പറയണ്ട എന്ന് കരുതിയിട്ടാണ്, സോറി കേട്ടോ, ക്ഷമിക്കണം. ആ കാലത്ത് കേരളത്തിലെ പ്രഗത്ഭമായ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും, അത് കോൺഗ്രിഗേഷൻ്റെതോ ഡയസിസിൻ്റെയോ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് പ്രഗത്ഭരായ വൈദികരും ടീമും ഒക്കെ ഈ രാജ്യങ്ങളിൽ വന്ന് ഓരോ മുക്കിലും മൂലയിലും ചെറിയ ചെറിയ പ്രെയർ സെല്ലുകളൊക്കെ സ്ഥാപിച്ച് പ്രാർത്ഥനയൊക്കെ സ്ഥാപിച്ച് ജനങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് കൂട്ടി. അങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ നമ്മൾ വൈദികരെ കൊണ്ടുവന്ന് ഇവർക്ക് കുർബാന ചെല്ലാൻ തുടങ്ങി. അതൊരു സെൻറ്റർ, 2 സെൻറ്റർ, 3, 4, 10 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇത് പതുക്കെ നമുക്കൊരു രൂപതയായി, നമ്മൾ നന്നായി പോകുന്നു. ഞാൻ ചോദിച്ചത് അതിനെന്താ, കരിസ്മാറ്റിക്കാർ അത്രയും നല്ല പുണ്യകാര്യമല്ലേ ചെയ്ത പിതാവേ. പക്ഷെ അതല്ല മോനെ പ്രശ്നമേ. ഈ നാട്ടിൽ നിന്ന് വന്ന ഗ്രൂപ്പുകളെല്ലാം ഇവിടെ ചെറിയ ചെറിയ അവരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതായത് ടെലിവിഷൻ ടീമുകൾ അവിടെ ചെന്നിട്ട് അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി, ധ്യാനകേന്ദ്ര ടീമുകൾ ചെന്ന് അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ കുറേ ചെറിയ ചെറിയ സെക്റ്റുകൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഇവർ പ്രെയർ ഗ്രൂപ്പ് എന്നോ എല്ലാ മാസത്തിലും പ്രെയർ ഗ്രൂപ്പ് എന്നോ ഒക്കെ പറഞ്ഞ് ഇവർ കൂടിക്കഴിയുമ്പോൾ ഇവരൊരു കളക്ഷൻ എടുത്തിട്ട് നേരെ നാട്ടിലേക്ക് ഇവരുടെ മെയിൻ സെൻറ്ററിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രൂപത ഒന്ന് പച്ചപിടിച്ച് നന്നായി വരാൻ ചില സമയങ്ങളിൽ സാമ്പത്തികമായി ഞെരുങ്ങുന്നു എന്ന് പിതാവ് പറഞ്ഞു. പിതാവ് എന്നോടത് പറഞ്ഞെങ്കിലും എനിക്ക് വേണ്ടി തന്ന ഉപദേശമാണെങ്കിലും ഈ ചെയ്യുന്നതൊരു തെറ്റ് തന്നെയല്ലേ, ഇത് ലോകം അറിയണ്ടേ. ഒരു ദിവസം ഞാൻ നാട്ടിലെത്തിയിട്ട് എൻ്റെ കയ്യിൽ അന്നൊരു ചെറിയ ഫോണുണ്ടായിരുന്നു. ആ ഫോൺ വെച്ച് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തു, സെൽഫി. ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയ ഒരു രാജ്യത്തും ഫിലോകാലിയുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ മാരിയോയുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് ടെലിവിഷൻകാരായിട്ടും അതുപോലെ തന്നെ ധ്യാനകേന്ദ്രക്കാരായിട്ടും മറ്റുമൊക്കെ പല രാജ്യത്തും പോകുന്നവർ ആ രാജ്യങ്ങളിൽ പുതിയ രൂപത തുടങ്ങിയതുകൊണ്ട് അവർക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, സാമ്പത്തികം നോക്കി മാത്രം പോകല്ലേ എന്ന് ഞാനൊരു വീഡിയോ ഇട്ടു. അന്ന് തുടങ്ങിയതാണ് മാരിയോ മൗദൂദിയാണെന്നുള്ള ലേഖനം. അത് എഴുതിയത് ആരാന്നും ഏത് വാട്സപ്പിൽ നിന്ന് അപ്ലോഡായെന്നും ഏതൊക്കെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ കഴിഞ്ഞാണ് അപ്ലോഡ് ചെയ്യുന്നതും പിന്നിൽ എത്ര വൈദികരുണ്ടെന്നും എത്ര ആത്മാരുണ്ടെന്നും എത്ര ചാനൽ മുതലാളിമാരുണ്ടെന്നും നന്നായി മാരിയോയ്ക്ക് അറിയാം. മാരിയോ ജോസഫിനെ മുറിവേൽപ്പിച്ച് ടെലിവിഷൻ ചാനലും ധ്യാനകേന്ദ്രവും ഏത് പറയാതെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കേരളത്തിലെ ബഹുമാനരായ വൈദികരടക്കം വളരെ പ്രവർത്തകരെയും ശുശ്രൂഷകരെയും അവരിൽ എന്തുമാത്രം കുറവുകളും പിഴവുകളും ഉണ്ടായിരുന്നാൽ തന്നെയും ഇത്ര മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുവാനും താറടിക്കുവാനും
തരം താഴ്ത്തി സംസാരിക്കുവാനും കുറ്റപ്പെടുത്തുവാനും നാവ് പൊന്തിയ മാരിയോ ജോസഫ് തന്നെ സ്വയം നീതിമാനാക്കി പുകഴ്ത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാരിയോയുടെ വിളിയല്ല മറ്റുള്ളവർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു. സഹിയോനൊരു വിളി, ശലോമോനൊരു വിളി, ക്രിസ്ത്യൻകാർക്ക് മറ്റൊരു വിളി. ദൈവത്തിന്റെ വിളി അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്നതല്ലേ ഉചിതം? ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ ഒന്ന് കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 17-ാം വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മാരിയോ ജോസഫ്, ശലോമും ഷക്കീനായും സഖിയോനും ക്രിസ്തീനും ഒക്കെ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കട്ടെ. അതിൽ ഇങ്ങേർ കല്ലുതുള്ളിയിട്ട് കാര്യമൊന്നുമില്ല. തങ്ങളെ അനുഗമിക്കാത്ത ഒരുവനെ തങ്ങൾ തടഞ്ഞു എന്ന് യോഹന്നാൻ പറയുമ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? അവനെ തടയണ്ട, എൻ്റെ നാമത്തിൽ അത്ഭുതപ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കുകയില്ല. നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എന്നാണ്. ഫിലിപ്പിയർ 1:15 കർത്താവിന്റെ വചനം വീണ്ടും പറയുന്നു. ചിലർ അസൂയയും ആത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, മറ്റു ചിലർ സന്മനസ്സോടെ തന്നെ പ്രസംഗിക്കുന്നു. ഇവ സ്നേഹത്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യത്തെ കൂടുതൽ കക്ഷി മാത്സര്യം മൂലം എനിക്ക് ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നാൽ എന്ത് ആത്മാർത്ഥതയോടെ ആണെങ്കിലും കാപട്യത്തോടെ ആണെങ്കിലും എല്ലാവിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവ് ശമിഷിഹായിക്കോ പൗലോസ്ലീഹായിക്കോ ഇല്ലാത്ത ആധിയും വ്യാധിയും മാരിയോ കാട്ടുന്നുവെങ്കിൽ അതിലെന്തോ പന്തികേടുണ്ടല്ലോ. മാരിയോ പറയുന്ന ഈ ടെലിവിഷൻ ചാനലുകളും TV-യും ഒക്കെ അവരുടെ വിളി അനുസരിച്ച് പ്രവർത്തിക്കട്ടെ, കുറ്റപ്പെടുത്തിയത് കാര്യമില്ല. അവർ ദൈവവചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് സാമൂഹിക പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അതല്ല ദൈവം അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും വൈദികരും വചനപ്രഘോഷകരും ശുശ്രൂഷകരും ധ്യാന കേന്ദ്രങ്ങളും വചനവേദികളും കേരള ജനതയുടെ ആത്മീയോത്ഥാനത്തിനും ആത്മവിശുദ്ധീകരണത്തിനും ആത്മനവീകരണത്തിലും വിശ്വാസ വളർച്ചയിലും ഒക്കെ വഹിച്ചുള്ള പങ്ക് പുറംകാലയുടെ തൊഴിച്ചു മാറ്റി കാർക്കിച്ചു തൊപ്പി പരിഹസിക്കുന്ന മാരിയോയുടെ കരുതലുള്ള പ്രകാശനം കേൾക്കുക. വാത്തോരാതെ ഒരുപാട് ടെലിവിഷൻ നടത്തുന്ന ആളുകൾ, ആത്മീയ ടെലിവിഷൻ നടത്തുന്ന ആളുകൾ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് സമുദായ സ്നേഹം, സമുദായ സ്നേഹം, സമുദായ സ്നേഹം, സമുദായ സ്നേഹം. എന്തായി സമുദായ സ്നേഹം? എന്ത് സമുദായ സ്നേഹമാണ് നിങ്ങൾ കാണിച്ചത്? എനിക്ക് മനസ്സിലായിട്ടില്ല. 2-3 ആഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ കൺവക്കേഷൻ നടക്കുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ കൺവക്കേഷൻ അദ്ദേഹത്തിന് പോയി പങ്കെടുക്കാൻ പറ്റുന്നില്ല. 2.5 ലക്ഷം രൂപ അടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ. അത് നല്ല ഒന്നാം തരം അച്ചായം കുടുംബത്തിൽപ്പെട്ട ഒരു തോമസ് ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് കരയാണ്, 2.5 ലക്ഷം രൂപ ഇല്ലെങ്കിൽ എനിക്ക് ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണം? എന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അദ്ദേഹം പങ്കെടുത്തു. ഈ കേരളത്തിൽ 100 കണക്കിന് നഴ്സുമാരുണ്ട്. ഫസ്റ്റ് ഇയർ ഫീസ് അടച്ചു, 2ാമത് ഫീസ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇറക്കി വിട്ടിട്ട് വീട്ടിൽ വന്നിരിക്കുന്നവർ. 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. ഇടവകളിൽ വീടില്ലാത്തവർ 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. പ്രായപൂർത്തിയായിട്ട് കെട്ടിച്ചു വിടാൻ കയ്യിൽ 5 കാശില്ലാതെ പുറന്നിറങ്ങി കിടക്കുന്ന പെമ്പിള്ളേർ. 100 കണക്കിന് രോഗികളുണ്ട്. നല്ല അച്ചായം കുടുംബത്തിൽ കിഡ്നി മാറ്റി വെക്കാനോ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഡയാലിസിസ് ട്യൂബ് മേടിക്കാൻ പറ്റാത്ത കുടുംബങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് സമുദായ സ്നേഹം ആരോടെ ഈ പറയുന്ന സമുദായ സ്നേഹം? സമുദായ സ്നേഹം എന്ന് പറഞ്ഞാൽ കളകള കൈയടിച്ചിട്ട് കുറെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മാത്രമല്ല. ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ദൈവ സ്നേഹം ആക്ടിങ്ങിൽ വരണം. ഒരുത്തൻ ക്രിസ്ത്യാനി ആവുന്നത് എപ്പോഴാണെന്ന വിചാരം? യേശുവിനെ പോലെ തന്നെ ബ്രേക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ദൈവസ്നേഹം മനസ്സിലെന്ന് അറിയുമ്പോഴാണ്. അല്പം ഗൗരവത്തോടെ പറയുന്നുണ്ട്, വിഷമം വിചാരിക്കരുത്. ദേഷ്യമല്ല, ഫ്രസ്ട്രേഷൻ അല്ല. ചില സമയത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു പോകുന്നു. ഐ എം ഹെൽപ്ലെസ്, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ദാറ്റ്സ് ഓൾ. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, സമുദായ സ്നേഹം എന്നുള്ളത് വാക്കിലല്ല, അത് പ്രവൃത്തിയിലായിരിക്കണം. ഒരു മാസം ചില ആത്മീയ ചാനലുകൾ, 5-10 ചാനലുകളുണ്ട് പലർക്കായിട്ട് കേരളത്തിൽ. ഒരു ചാനൽ നടന്നു പോകാൻ 75,000 മുതൽ 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചെലവുണ്ടെന്നൊക്കെ പറയണേ. എവിടെയാണ് ഇതൊക്കെ പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തെ സ്വർഗമാക്കി മാറ്റാൻ ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന ഫണ്ട് മാത്രം മതി. കേരളത്തിലുള്ള ഓരോ രൂപതയിലെയും ഓരോ ഇടവകയിലും ഓരോ കുരിശുപള്ളിയുടെ പരിസരത്തും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, സ്ഥലം കണ്ടെത്താൻ, വീട് വെച്ചു കൊടുക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ. എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. നമ്മൾ ഈ ആത്മീയത, ദൈവം, വചനം എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ ബൈബിൾ പ്രിന്റ് ചെയ്ത് കൊടുത്തും, കോടിക്കണക്കിന് രൂപ സാറ്റലൈറ്റിന് കൊടുത്തും, കോടിക്കണക്കിന് രൂപ എഡിറ്റിംഗ്, ഷൂട്ടിംഗ്, ഡബ്ബിങ് എന്നും പറഞ്ഞ് ഇങ്ങനെ കത്തിക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര സങ്കടം. എത്ര നല്ല അച്ചായം കുടുംബത്തിൽ പിറന്ന പിള്ളേരാണ് IAS-ന് ട്രെയിനിങ്ങിന് കോച്ചിങ്ങിന് പോകാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്ന അറിയോ? മറ്റുള്ള പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും വിശദമായി വിമർശിക്കുകയും താറടിക്കുകയും ചെയ്യുമ്പോഴും അദ്ദേഹം മറന്നു പോകുന്ന ഒരു സത്യമില്ലേ? പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും പ്രയോജനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. മാരിയോ ജോസഫ്
സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ലേബലിൽ വീട് വെച്ച് കൊടുക്കുമ്പോൾ, മരുന്ന് വാങ്ങി കൊടുക്കുമ്പോൾ, നേഴ്സുമാരെ പഠിപ്പിക്കുമ്പോൾ, പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ സീതനം നൽകുമ്പോൾ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുമ്പോൾ, അതുകൊണ്ട് മാത്രം ദൈവരാജ്യം ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കാമെന്നും കേരളം മുഴുവൻ സ്വർഗമാക്കാമെന്നും കരുതുന്നുവെങ്കിൽ അത് ശുദ്ധ മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്, ഫോഷ്കാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളും ദീപികാല പ്രവർത്തനങ്ങളുമാണോ സഭയുടെ മുഖ്യധാര കർമ്മം? ക്രിസ്തുവിൽ സ്ഥാപിതമായ സഭയുടെ ആത്യന്തികമായ ദൗത്യം എന്ത്? അതൊരിക്കലും സാമൂഹ്യ പ്രവർത്തനമോ ദീപികാല പ്രവർത്തനങ്ങളോ അല്ല, പ്രത്യേക സുവിശേഷ പ്രഘോഷണമാണ്. അത് മനസ്സിലാക്കി ഇവിടെ പ്രവർത്തിക്കുന്ന വചന ശുശ്രൂഷകരെയും ധ്യാന കേന്ദ്രങ്ങളെയും മാധ്യമ ശുശ്രൂഷകരെയും, പ്രത്യേകിച്ച് ഷാലോം, ഷക്കീന, ഡിവൈൻ തുടങ്ങിയ ടെലിവിഷൻ ചാനലുകളെയും അതുപോലെ ഫിയാത്ത് മിഷനെയും ഒക്കെ അടച്ചാക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും കുറ്റം വിധിക്കുകയും ചെയ്ത മാരിയോ ജോസഫ് പ്രവർത്തിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണെന്ന് അദ്ദേഹം കരുതുന്നുവെങ്കിൽ പണ്ട് ദൈവത്തിനും ദൈവിക സംവിധാനത്തിനും എതിരെ നിലകൊണ്ട ലൂസിഫറിൽ പ്രവർത്തിച്ചിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു എന്ന് തിരുത്തി പറയേണ്ടി വരും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. കേവലം ബാഹ്യമായ സംതൃപ്തിപ്പെടൽ കൊണ്ടോ, ഒരുത്തിന് വീട് ലഭിച്ചതുകൊണ്ടോ, ഭക്ഷണം കിട്ടിയതുകൊണ്ടോ, ഒരുത്തിന് വിവാഹം നടന്നുകൊണ്ടോ മാത്രം ആരും സ്വർഗത്തിലെത്തുകയില്ല. മാരിയോ ജോസഫിനെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചതും ചൊടിപ്പിക്കുന്നതും പ്രത്യേകമായ ഏതോ ടെലിവിഷൻ ചാനലും ഒരു പ്രത്യേക ധ്യാന കേന്ദ്രവുമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. സമുദായ സ്നേഹം എന്ന പേരിൽ അദ്ദേഹം കരുതുള്ളി കലമ്പുന്നതിന് കാരണം അതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഉറഞ്ഞ് കരുതുള്ളുകയാണ് അദ്ദേഹം. പക്ഷേ അത് പുറത്തു കാട്ടാതിരിക്കാൻ ബന്ധപ്പെടുമ്പോഴും നിയന്ത്രണം വിട്ടുപോകുന്നത് പലപ്പോഴും. സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിച്ചു കീറപ്പെട്ട തന്റെ വ്യക്തിത്വത്തിന്റെ തകർന്നു വീണ ചില്ലു കഷ്ണങ്ങൾ ഏറ്റുണ്ടായ ആന്തരിക മുറിവുകളുടെ പശ്ചാത്തലത്തിൽ തന്റെ പ്രവൃത്തികളെ നിലപാടിനെ നീതീകരിക്കുവാനും ന്യായീകരിക്കാനുമുള്ള തത്രപ്പാടാണ് അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ പ്രതിഫലിക്കുന്നത്. മാരിയോ എന്ന വ്യക്തി സമൂഹ മധ്യത്തിൽ അനുഭവിക്കുന്ന തിരസ്കാരത്തിന്റെയും ആക്ഷേപങ്ങളുടെയും അപമാനങ്ങളുടെയും അധിക്ഷേപത്തിന്റെയും തിക്താനുഭവങ്ങളുടെയും ആത്മനൊമ്പരവും ആ ആത്മനൊമ്പരത്തിൽ നിന്ന് ഉയർന്ന തേങ്ങലും നിലവിളിയുമാണ് ഈ വീഡിയോയിൽ മുഴുവനും പ്രതിധ്വനിക്കുന്നത്. അന്യായമായോ അനീതിപൂർവമോ അല്ലാതെയോ തന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുറ്റാരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മുന്നിൽ സ്വയം നീതീകരിക്കുവാനും കുറ്റമറ്റവരായി ചിത്രീകരിക്കുവാനുള്ള തത്രപ്പാടുകളാണ് ഈ വീഡിയോ അല്ലെങ്കിൽ വീഡിയോകൾ മുഴുവൻ. ആ പ്രയത്നത്തിൽ, ആ തത്രപ്പാടിൽ തന്നെ ന്യായീകരിക്കാൻ നീതീകരിക്കാനും ആത്മീയതയെയും വചനത്തെയും മറയാക്കുന്നു, ദുരുപയോഗപ്പെടുത്തുന്നു. ഫിയാത്ത് മിഷനിലൂടെ ബൈബിൾ വിതരണം ചെയ്യുന്നത് പോലും ചോദ്യം ചെയ്യുന്ന അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ പറയുമല്ല ചെയ്യുക. വാദോരാതെ വചനം പ്രഘോഷിക്കുന്ന അദ്ദേഹത്തിന് ബൈബിളിലുള്ള വിശ്വാസം എവിടെ? ഒരു കാര്യം ഓർമ്മ വയ്ക്കുന്നത് നന്നായിരിക്കും, എല്ലാം നല്ലതാണ്, പക്ഷേ എല്ലാം പടുതുയർത്തുന്നില്ല. മാരിയോ ജോസഫ് എന്ന വചന പ്രഘോഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ, മോട്ടിവേഷൻ ടോക്കർ, മറ്റെന്തെല്ലാം ആയിരിക്കുന്നതോ അദ്ദേഹം തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടും കുടുംബതലത്തിലും വിലോകാലിയ പ്രസ്ഥാനത്തിന്റെ ലെവലിലും വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിസന്ധികളും പ്രതിരോധങ്ങളും ശത്രുതയും ഉണ്ടാകുന്നു? അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേ ഉള്ളൂ. ദൈവനീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ വഴങ്ങിയില്ല. റോമാ 10:2-3. മുസ്ലിം മതം വിട്ടു പോന്നവൻ പിന്നെ എന്തിന് അതിൻ്റെ അറ്റവും വാലും പൊക്കിപ്പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് പ്രവഹിക്കുന്ന ദുർഗന്ധത്തെ സമൂഹമത്തെ പ്രഘോഷിക്കണം? പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് അരോചകവും ഉദപ്രകാരവുമാകുന്നുവെങ്കിൽ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വലിയ തത്വചിന്തയും ആത്മീയതയും സാരോപദേശവും കടിച്ചാൽ പൊട്ടാത്ത വചനപ്രഘോഷണവും ഒക്കെ നിർലോഭം അരങ്ങേറുമ്പോഴും നിങ്ങൾ കത്തോലിക്ക സഭയെ പുലർന്ന നിമിഷം മുതൽ നിങ്ങളെ വേട്ടയാടുന്ന ഏക പൈശാചികത, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഏക ശത്രു, നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത നിങ്ങളുടെ മുസ്ലിം അനുഭാവവുമാണെന്ന് എന്തേ നിങ്ങൾ തിരിച്ചറിയാത്തത്? ലൗകികമായ വർത്തഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്, അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ. സഭ മാരിയോ ജോസഫിൽ മറഞ്ഞിരിക്കുന്ന വലിയ ഭവിഷ്യത്തിനെ, ഒരുപക്ഷെ ഒരു അന്ത്യകാല പ്രവാചകനെ മനസ്സിലാക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞുപോയി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തെ കഴിഞ്ഞാടാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ വിഫല ശ്രമമായിരിക്കും. കാരണം കടുകുമണി ആയിരുന്നത് ഇന്ന് വൻമരമായി വളർന്നിരിക്കുന്നു. ആ മരത്തിൽ ചേക്കേറുന്ന കുഞ്ഞാറ്റകളും ആ മരത്തിന് തണലിൽ ശയിക്കുന്നവരും ആ മരത്തിൽ ആശ്രയിക്കുന്നവരും എണ്ണമറ്റതാണ്. ലൂസിഫർ പോലും
അഹങ്കാരത്തിന് തിമിർപ്പിൽ അറിഞ്ഞിരിക്കുകയില്ല താൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. അഹങ്കാരത്തിന് തിമിരം ബാധിച്ചവൻ കണ്ണ് തുറന്നിരിക്കുമ്പോഴും കാണുന്നില്ല. അഗാധമായ കുഴിയിൽ നിബന്ധിച്ചു കഴിയുമ്പോൾ ആ വിവേചിയുടെ ആക്കത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ താൻ അന്ധകാരത്തെയാണ് അനുഗമിച്ചിരുന്നത്, അന്ധകാരത്തിലാണ് ഗമിച്ചിരുന്നത് എന്ന്. അതുകൊണ്ട് നിൽക്കുന്നുവെന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ. പക്ഷേ അത് അദ്ദേഹം പറയുന്നത് പോലെ ഫിലോക്കാലിയ എന്ന ഫൗണ്ടേഷന്റെ വീഴ്ചയല്ല, പ്രത്യുത ആ പ്രസ്ഥാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ വീഴാതിരിക്കട്ടെ. അതാണ് പ്രാർത്ഥന. ഓർമ്മിക്കുക, ഒലിവ് മരത്തിന്റെ ശാഖകൾ ചിലത് മുറിച്ച് കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ ആ ശാഖകളാക്കാൾ വലിയവരാണ് നീ എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്.